കേൾക്കുന്നുണ്ടോ ഉപ്പമാരെ? ഫോൺ, നമ്മുടെ മൊബൈൽ ഫോണുകൾ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഉപ്പമാരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഉപ്പമാർ ശ്രദ്ധിക്കണം ഈ വിഷയം. ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന കാരണവന്മാർ ഈ വിഷയം ശ്രദ്ധിക്കണം. എന്നാ പിന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണോ? അല്ല. ഞാനൊരു വിഷയം എന്റെ പള്ളിയിൽ പറഞ്ഞപ്പോ ഒരു വലിയൊരു മുതലാളിയാണ്, ഞാൻ പറഞ്ഞു, ഉസ്താദ് എന്ത് ചെയ്യാനാ, മക്കൾക്ക് iPhone 6 അല്ലാതെ വേറൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നോക്കണം, നമ്മള് i6 അല്ലാതെ മക്കൾക്ക് വേറൊന്നും വേണ്ട. സാംസങ് ആണെങ്കിൽ അതിലൊരു കാര്യം എടുക്കുമ്പോഴേക്കും നേരം വെളുക്കാണ്, അത് വല്ലാത്ത ഹാങ് ആണ്. iPhone 6 വേണം, വളരെ പ്രൊസസ്സറൊക്കെ ഭയങ്കര സ്പീഡാണല്ലോ, അതും മക്കൾക്ക് വേണം. ഞാൻ കൊടുത്തു. പിന്നെ നെറ്റ് വേണം, നെറ്റും ഞാൻ കൊടുത്തു. നെറ്റ് ഞാൻ ആദ്യം ഒരു 250-350 രൂപയുടെ റീചാർജ് ചെയ്തു. ഉപ്പ ഇത് കൊണ്ടൊന്നും പറ്റുന്നില്ല, ഇത് ഇങ്ങനെ ലോഡിംഗ് ആയി വരുമ്പോൾ രാവിലെ ആവുകയാണ്, സ്പീഡ് കൂട്ടണം. ഞാൻ സ്പീഡ് കൂട്ടി കൊടുത്തു. ഉസ്താദ് ഇത് കൊടുക്കാതിരിക്കാൻ വയ്യ. എന്റെ ഒരു മകൻ ഡോക്ടറാണ്. ഡോക്ടർ പറയാണ് എനിക്ക് എന്റെ പഠനത്തിന് ആവശ്യമുണ്ട് എന്ന്. ഒരു മകൾ എഞ്ചിനീയറാണ്, അവളും പറയാണ് എനിക്ക് എന്റെ സ്കൂളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് ഇത് ആവശ്യമാണ്, മൊബൈൽ ഫോൺ ആവശ്യമാണ്. എന്നാ പിന്നെ ലാപ്ടോപ്പ് കൊടുത്തു. ഇപ്പൊ ലാപ്ടോപ്പ് ഔട്ട് ഓഫ് ഫാഷൻ ആണ് ഉസ്താദ്. ലാപ്ടോപ്പ് ഒക്കെ ആർക്കാ വേണ്ടത്? അതൊക്കെ ഇങ്ങനെ പിടിച്ചു നടക്കണ്ടേ? ഈ മൊബൈൽ ഫോൺ ആകുമ്പോ കൈകളിൽ 120 GB 125 GB ഒക്കെ GB ഉള്ള ഫോണുകളല്ലേ, എത്ര നിറച്ചാലും നിറയില്ലല്ലോ. പണ്ടൊക്കെ ഫോണാകെ 1 GB ഒക്കെ ഉണ്ടാവുക, പണ്ടത്തെ ഫോൺ തന്നെ 1 GB അത് തന്നെ ധാരാളം. 1 GB ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ധാരാളം. ഇന്ന് 125 GB ഉണ്ടായാലും ഒരാൾക്ക് തികയുന്നില്ല. നോക്കണം, നമ്മുടെ ലോകത്തിന്റെ ഒക്കെ വികസനത്തിനനുസരിച്ച് നമ്മുടെ മനസ്സുകൾ മാറുന്നത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം പറയാണ്, എന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ് ഉസ്താദെ ഏറ്റവും സ്പീഡിൽ നെറ്റ് വേണ്ടത്, ഏറ്റവും സ്പീഡിൽ നെറ്റ് വേണ്ടത് 8ാം ക്ലാസ്സിൽ. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുവന്ന് എന്റെ അടുത്ത് കുട്ടിയെ കാണിച്ചു തന്നു എനിക്ക്. ഞാനിപ്പോ ഗൾഫിലാണ്, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, എങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? സ്കൂളിന്റെ പഠനത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞിട്ടാ കൊടുക്കുക. ഞാൻ പറഞ്ഞു, പിന്നെ എന്താ ചെയ്യാ, അത്യാവശ്യമാണെങ്കിൽ കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. പഠനവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തീരെ കൊടുക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യ്, കുട്ടികൾക്ക് കൊടുക്കുമ്പോ ഇത് പഠനത്തിന് വേണ്ടിയല്ലാതെ വേറൊരു തെറ്റിന് വേണ്ടി ഉപയോഗിച്ചാൽ ഉപ്പ ഉത്തരവാദിയല്ല. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ നിനക്കിത് തരുന്നതിന്റെ ആവശ്യപ്രകാരം പഠിക്കാനും നല്ല കാര്യത്തിനും വേണ്ടിയിട്ടാണ്. ഇതൊരു വേണ്ടാത്തൊരു കാര്യം നീ കാണുകയോ ചെയ്യുകയോ ചെയ്താൽ നീ മാത്രമാണ് ഇതിന്റെ തിന്മ ഏറ്റെടുക്കേണ്ടത്, ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു കൊടുത്തു. ഖുർആൻ പറയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ومن الناس من يشتري لهو الحديث ليضل عن سبيل الله ومن الناس من يشتري لهو الحديث കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ എന്റെ സമൂഹത്തിലുണ്ട്, ജനങ്ങളിലുണ്ട്. ومن الناس من يشتري لهو الحديث കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങളാണല്ലോ ഈ മൊബൈൽ ഫോണുകളൊക്കെ. എൻജോയ്മെന്റിന്റെ സുഖങ്ങളുടെ ഉപകരണങ്ങളാണല്ലോ ഇതൊക്കെ. ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കാനാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഞാനല്ല പറയുന്നത്, അല്ലാഹു തആല പറയുകയാണ്, ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കാനാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്ത് മുൽക്ക് ഓതിയിരുന്ന സമൂഹം, സൂറത്ത് യാസീൻ ഓതിയിരുന്ന സമൂഹം, സൂറത്ത് വാഖിഅ ഓതിയിരുന്ന സമൂഹം, സൂറത്തുർ റഹ്മാൻ ഓതിയിരുന്ന സമൂഹം, ഹദ്ദാദ് ചൊല്ലിയിരുന്ന സമൂഹം, ദിക്ർ ചൊല്ലിയിരുന്ന സമൂഹം, കൈകളിൽ തസ്ബീഹ് മാല പിടിച്ചു, ജപമാല പിടിച്ചു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയിരുന്ന ഉമ്മമാരൊക്കെ ടിവിയുടെ മുമ്പിൽ ചടഞ്ഞിരിക്കാൻ തുടങ്ങിയില്ലേ? നന്മയിൽ നിന്ന് തിന്മയിലേക്ക് നയിക്കാനാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. പിന്നെ സീരിയലായി, പിന്നെ സിനിമയായി, പിന്നെ കോപ്പ അമേരിക്കയായി, പിന്നെ യൂറോ കപ്പായി, പിന്നെ പട്ടുറുമാലായി, ഇങ്ങനെ ഓരോന്നോർ, പിന്നെ വാർത്തയായി, ചില ആളുകൾക്ക് വാർത്തയായി, ഇതൊക്കെ ആയി. ഖുർആൻ മെല്ലെ 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 അകന്നുപോയി. ഇതിൽ ബിദഅത്തിന്റെ ആളുകൾക്കും വലിയൊരു റോളുണ്ട്. പുത്തനാശയക്കാർക്ക് ഇവർക്ക് ഖുർആൻ ഓതിയാലും ബിദഅത്തായി, ഹദ്ദാദ് ചൊല്ലിയാലും ബിദഅത്തായി, മാല ചൊല്ലിയാലും ബിദഅത്ത്, എന്ത് ചൊല്ലിയാലും ബിദഅത്ത്. ഉമ്മമാരൊക്കെ നിർത്തി, പഠിച്ചോ ഇനി മാല ചൊല്ലിയിട്ട് നരകത്തിൽ പോകുന്ന വേണ്ട, മൗലൂദ് ഓതിയിട്ട് നരകത്തിൽ പോകുന്ന വേണ്ട, ഞാൻ ഏതായാലും ഇതൊക്കെ നിർത്തി. പിന്നെന്തായി? TV, സിനിമ കാണാൻ തുടങ്ങി, സീരിയൽ കാണാൻ തുടങ്ങി. ഇതൊക്കെ ഉണ്ടായത്. ഹദ്ദാദും സ്വലാത്തും മാലകളും ഖുർആനും എല്ലാം നിർത്തിവെച്ചു. എല്ലാം ബിദഅത്തായപ്പോ പുതിയൊരു ബിദഅത്ത് വന്നു. അതിനെതിരെ ശബ്ദിക്കാൻ ആരുമില്ല. ഉമ്മമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, വൃദ്ധരായ ഉമ്മമാർ
ഒരുപാട് കാലം ദിക്റും തസ്ബീഹും ഖുർആനൊക്കെ ഓതിയിരുന്ന ഉമ്മമാര് അവസാനം മരണസമയത്ത് റിമോട്ടും പിടിച്ച് ടിവിന്റെ മുമ്പിൽ നിൽക്കല്ലേ ദയവ് ചെയ്ത്. 60 വയസ്സായാൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ലെന്നാണ്. ഒരാൾക്ക് 60 വയസ്സായി, പിന്നെ പടച്ച റബ്ബിനോട് പറയാൻ നീ എന്തിനാ സിനിമ കണ്ടത്? വയസ്സായി 60 കഴിഞ്ഞു, പിന്നെ നീ പറയാണ് ടൈം പാസിന്. എന്ത് ടൈം പാസ്? 60 വയസ്സായില്ലേ, ഖബറിലേക്ക് കാൽ നീട്ടിരിക്കേണ്ട സമയമാണ്. അങ്ങനെ എക്സ്ക്യൂസ് പറയാൻ പറ്റൂല. ചെറുപ്പക്കാരൻ പഠിച്ചോൻ എന്റെ ചെറുപ്പല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കെന്ന് പറയുമ്പോൾ അള്ളാഹു എക്സ്ക്യൂസ് തന്നേക്കാം. പക്ഷെ 60 കഴിഞ്ഞ ഒരാൾ അള്ളാഹുവിനോട് എക്സ്ക്യൂസ് പറഞ്ഞാൽ, ഇളവ് പറഞ്ഞാൽ അള്ളാഹു എക്സ്ക്യൂസ് കൊടുക്കില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 60 കഴിഞ്ഞ ആളുകളൊക്കെ ടിവിയുടെ മുമ്പിൽ ചടഞ്ഞിരിക്കുമ്പോ, റിമോട്ടുകൾ മാറ്റി, ചാനലുകൾ മാറ്റി, സീരിയലും സിനിമയും കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് നിർത്തിയേക്ക്. മരിക്കാനായില്ല നമ്മളൊക്കെ. ഒരുപക്ഷെ നിങ്ങളെക്കാളൊക്കെ മുമ്പ് മരിക്കുന്ന ആള് ഞാനായിരിക്കാം. എന്നാലും ഒരു 60 എന്നൊരു വയസ്സ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത് മനസ്സിലാക്കി, അത് ഗൗനിച്ച് ടിവിയുടെ മുമ്പിൽ ചടഞ്ഞിരിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ ഒഴിവാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم. ചില ഉപ്പമാര് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തത് കുട്ടി സ്കൂളിൽ പോയിട്ട് വരുമ്പോ എവിടെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടായാലും വിളിക്കാനാണ്. ബിഗൈരി ഇൽമിൻ, നിങ്ങൾക്കറിയാതെ, നിങ്ങൾക്കതിന്റെ പാർശ്വഫലങ്ങൾ അറിയാതെ, നിങ്ങൾക്കതിന്റെ സൈഡ് എഫക്ട് അറിയാതെ, നിങ്ങൾക്കതിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാതെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. ബിഗൈരി ഇൽമിൻ, ബിഗൈരി ഇൽമിൻ. ഉമ്മമാർക്കറിയോ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ബുദ്ധിമുട്ട്? നന്നായിട്ട് സിനിമ കാണാതിരിക്കും റമദാൻ മാസത്തിന്റെ പച്ച പകലിൽ. ഉമ്മ വന്നു, എന്താ മോനെ മൊബൈൽ കളിച്ചിരിക്കുക? ഉമ്മ ഞാൻ ഖുർആൻ ഓതാണ്. ഉമ്മ ഞാൻ ഖുർആൻ ഓതാണ്. പെട്ടെന്ന് ഖുർആന്റെ ആപ്പ് നോക്കി, ഞാൻ ഖുർആൻ ഓതാണ്. ഉമ്മ പോയി, പിന്നെ മിനിമൈസ് ചെയ്ത് വീണ്ടും സിനിമ. ബിഗൈരി ഇൽമിൻ, നിങ്ങൾക്കറിയില്ല ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാത്ത ഉപ്പമാരൊക്കെ i6ഉം i7ഉം നല്ല 3Gയും 4Gയും സൗകര്യങ്ങളുള്ള നെറ്റിന്റെ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അത്യാവശ്യം പഠനത്തിനാണെന്ന് പറഞ്ഞൊക്കെ വാശി പിടിച്ചാൽ തന്നെ നിങ്ങളുടെ തടി ഊരിയേക്ക്. കാരണം മക്കള് ചെയ്യുന്ന തെറ്റ്, ഇവർ ഈ ഫോൺ കൊണ്ട്, നമ്മൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് ഫോൺ കൊണ്ട് ഹറാമുകൾ ചെയ്താൽ ഇതിന്റെ ഒരു അംശം ഇത് വാങ്ങിച്ചു കൊടുത്ത ആളുകൾക്ക് വരും. പറഞ്ഞല്ലോ നേരത്തെ ഖബറിന്റെ കഥ. നാളെ നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ ഖബറിലേക്ക് വരും. അതുകൊണ്ട് അവര് സ്വന്തമായി അധ്വാനിച്ച് വാങ്ങിക്കോട്ടെ.